ശരിക്കും ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ അടിക്കണം. നമ്മുടെ ബമ്പർ ലോട്ടറിയൊക്കെ 2 പേര് ഷെയർ ഇട്ട് എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഇവിടുത്തെ IPL ലേലത്തിൽ അങ്ങ് കങ്കാരുക്കളുടെ നാട്ടിൽ നിന്നും 2 പേർ ഷെയർ ഇട്ട് ലോട്ടറി എടുത്തു. ഫലം വന്നപ്പോൾ 2 പേർക്കും വലിയ പൈസയുടെ തന്നെ ലോട്ടറി അടിച്ചു. ഇപ്പോൾ തീർച്ചയായും ഓസ്ട്രേലിയയുടെ വീട്ടിലിരുന്ന് അവർ ദൈവമേ ഞങ്ങളിത് സ്വപ്നം കാണുകയാണോ അതോ ലേലത്തിന് ഇരിക്കുന്നവരൊക്കെ ഇത്രയും മണ്ടന്മാരാണോ എന്ന് 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് ഇടുന്നതിനിടയിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകണം. IPL താരലേലത്തിൽ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ സൂപ്പർ പേസ് ജോഡികളായ പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വലിയ തുകയാണ് ലേലത്തിൽ 2 പേർക്കും ലഭിച്ചത്. 20.4 കോടി രൂപയ്ക്ക് കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് റാഞ്ചിയപ്പോൾ സ്റ്റാർക്കിനെ 24.75 കോടി രൂപയ്ക്ക് 2 തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സ്വന്തമാക്കുകയായിരുന്നു. ആദ്യം ലേലത്തിൽ കമ്മിൻസിന്റെ പേരായിരുന്നു വന്നത് എന്നതിനാൽ ഒരു ഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരമെന്ന റെക്കോർഡ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമ്മിൻസിന് സ്വന്തമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് സീം ബോളിംഗ് ഓൾറൗണ്ടർ സാം ഖുറന് ലഭിച്ച 18.5 കോടി രൂപ എന്ന റെക്കോർഡ് കമ്മിൻസ് ആ സമയത്ത് പഴങ്കഥ ആക്കുകയായിരുന്നു. പക്ഷേ IPL ചരിത്രത്തിലെ എക്കാലത്തെയും വില കൂടിയ താരമെന്ന കമ്മിൻസിന്റെ റെക്കോർഡിന് പക്ഷേ അധികം ആയുസുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് 2:13 കമ്മിൻസിനെ റെക്കോർഡ് തുകയ്ക്ക് SRH വാങ്ങിയത്. എന്നാൽ 3:40 ആയപ്പോഴേക്കും KKR 24.75 കോടി രൂപയ്ക്ക് സ്റ്റാർക്കിനെ വാങ്ങിയതോടെ ഈ റെക്കോർഡ് അങ്ങ് തകർക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഇവർ ഇരുവരും ഇത്രയും മൂല്യത്തിനുണ്ടോ എന്ന് നോക്കുമ്പോൾ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പാറ്റ് കമ്മിൻസ് നമുക്കറിയാം, കൊൽക്കത്തയ്ക്കായി കളിക്കുമ്പോൾ പല മത്സരങ്ങളിലും ലക്ഷണമൊത്തൊരു ചെണ്ടയായിരുന്നുവെന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കൂടാതെ ബോളർമാരെ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത് മണ്ടത്തരമാണ് താനും. കാരണം IPL യഥാർത്ഥത്തിൽ റൺസ് ഒഴുകുന്ന പരമ്പരയാണ്, ബാറ്റ്സ്മാൻമാരുടെ പരമ്പരയാണ്. ബോളർമാർക്ക് എല്ലാ കളികളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നത് ഒരിക്കലും ഗ്യാരണ്ടി പറയാനാവില്ല. സ്റ്റാർക്കും അതുപോലെ തന്നെയാണ്. പലപ്പോഴും പരിക്ക് കാരണവും വ്യക്തിപരമായ കാരണങ്ങളാലും IPL-ൽ ഇതേപോലെ ലേലത്തിൽ ടീമിൽ എടുത്തിട്ടും വിട്ടുനിൽക്കുകയോ ടൂർണമെന്റിന്റെ പാതി വഴിയിൽ ടീമിനെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുകയോ ചെയ്തതാണ് സ്റ്റാർക്കിന്റെ മുൻകാല ചരിത്രമൊക്കെയും. ഇന്ത്യൻ പിച്ചുകളിൽ സ്റ്റാർക്ക് എന്നല്ല ലോകത്തിലെ ഒരു പേസറും അത്രത്തോളം അപകടകാരിയല്ല എന്നതും 2020-ൽ അപകടകാരിയല്ല എന്നതും നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കണം. സ്റ്റാർക്കിന്റെയും കമ്മിൻസിന്റെയും IPL കരിയർ എടുത്താൽ ടൂർണമെന്റിൽ അത്ര ഗംഭീര റെക്കോർഡൊന്നുമല്ല ഇരുവർക്കുമുള്ളത്. 2014-ൽ IPL-ൽ അരങ്ങേറിയ സ്റ്റാർക്ക് ആകെ 2 സീസണുകളിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. 2014-15 സീസണുകളിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ആ സമയത്ത് 27 മത്സരങ്ങളിൽ നിന്നും സ്റ്റാർക്കിന് വീഴ്ത്താനായത് വെറും 34 വിക്കറ്റുകളാണ്. 7.17 എന്ന ഇക്കണോമി റേറ്റ് മികച്ചതായിരുന്നു. സ്റ്റാർക്കിന്റെ അതേ വർഷം 2014 തന്നെയാണ് കമ്മിൻസും IPL-ൽ അരങ്ങേറിയത്. പക്ഷേ കൂടുതൽ മത്സരങ്ങളിൽ കളിച്ചതിന്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. 42 മത്സരങ്ങളിലാണ് പാറ്റ് കമ്മിൻസ് ഇതിനകം IPL-ൽ കളിച്ചത്. ഇവയിൽ നിന്നും 8.54 എക്കണോമി റേറ്റിൽ 45 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചത്. 2014-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു കമ്മിൻസിന്റെ തുടക്കം. 2017-ൽ ഡൽഹി ഡെയർഡെവിൾസിലെത്തിയ അദ്ദേഹം പിന്നീട് 3 സീസണുകൾ കളിച്ചിരുന്നില്ല. 2019-ൽ പഴയ തട്ടകമായ KKR-ൽ തിരിച്ചെത്തിയ കമ്മിൻസ് 2 സീസണുകൾ അവർക്കായി കളിക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ നിന്നും വിട്ടുനിന്ന ഓസീസ് ക്യാപ്റ്റൻ ഇത്തവണ പക്ഷേ ലോകകപ്പിന് ശേഷം വീണ്ടും ലേലത്തിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നിലവിലെ വമ്പൻ പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സീസണിൽ സ്റ്റാർക്കും കമ്മിൻസും എറിയുന്ന ഓരോ ബോളിന്റെയും മൂല്യം എത്രയാണെന്ന് പരിശോധിക്കുമ്പോൾ സീസണിൽ ലീഗ് ഘട്ടത്തിലെ 18 മത്സരങ്ങളിലും 4 ഓവർ ക്വാർട്ടർ വീതം പൂർത്തിയാക്കുകയാണെങ്കിൽ സ്റ്റാർക്കിന്റെ ഒരു ബോളിന്റെ മൂല്യം ഏതാണ്ട് 7.5 ലാഖ് രൂപയായിരിക്കും. അതായത് വെറും 3 ബോളുകൾ എറിയാൻ അദ്ദേഹത്തിനായി KKR നൽകുന്നത് 22 ലക്ഷത്തിലധികം രൂപയാണ്. ഒരു ഓവറിന് 44 ലക്ഷവും. കമ്മിൻസിന്റെ കാര്യമെടുത്താൽ പ്രാഥമിക ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളിലും കളിക്കുകയും 4 ഓവർ ക്വാർട്ടർ തികക്കുകയും ചെയ്താൽ ഒരു ബോളിന്റെ മൂല്യം 6 ലക്ഷം രൂപയിലധികം വരും. അങ്ങനെ വന്നാൽ കമ്മിൻസിന്റെ ഒരു ഓവറിന്റെ മൂല്യം 36 ലക്ഷം രൂപയിൽ അധികമാണെന്നും കാണാം. പൈസക്കൊന്നും ഒരു വിലയില്ലാത്ത IPL. അപ്പോൾ അത്യന്തം നാടകീയമായ ലേലം വിളിയിൽ 2 കോടി അടിസ്ഥാന വിലയുള്ള സ്റ്റാർക്കിനായി തുടക്കത്തിൽ ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസുമാണ് ശക്തമായി രംഗത്ത് വന്നത്. ഡൽഹിക്കായി ഋഷഭ് പന്തും മുംബൈക്കായി ആകാശ് അംബാനിയും വാശിയോടെ ലേലം വിളിച്ചു. ഒടുവിൽ സ്റ്റാർക്കിന്റെ വില 9 കോടി കടന്നതോടെ ഡൽഹി പിന്മാറുന്നു. ഈ സമയത്താണ് കൊൽക്കത്ത സ്റ്റാർക്കിനായി രംഗത്തെത്തിയത്. സ്റ്റാർക്കിന്റെ മൂല്യം അതോടെ കുതിച്ചതോടെ മുംബൈയും പതുക്കെ കളം വിടുന്നു. പിന്നീടെത്തിയത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു. കൊൽക്കത്തയും ഗുജറാത്തും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരുന്നതോടെ സ്റ്റാർക്കിന്റെ രൂപ മൂല്യം 20 കോടി കടക്കുന്നു.
എന്നാൽ 20-ലും നിൽക്കാതെ ഗുജറാത്തും കൊൽക്കത്തയും വാശിയോടെ വിളി തുടരുന്നു. ഒടുവിൽ 24.75 കോടി രൂപയ്ക്ക് സ്റ്റാർക്കിനെ കൊൽക്കത്ത വിളിച്ചതോടെ ഗുജറാത്ത് അവസാനം പിന്മാറുന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി മാറി അതോടെ സ്റ്റാർക്ക്. കാമറൂൺ ഗ്രീൻ 17.50 കോടി രൂപ, ബെൻ സ്റ്റോക്സ് 16.25 കോടി, ക്രിസ് മോറിസ് 16.25 കോടി, നിക്കോളാസ് പൂരൻ 16 കോടി, യുവരാജ് സിംഗ് 16 കോടി എന്നിവരാണ് IPL ലേലത്തിൽ മുമ്പ് 16 കോടി പിന്നിട്ട കളിക്കാർ. കമ്മിൻസിന്റെ കാര്യത്തിൽ വിദേശ പേസറെ ആവശ്യമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ലേലത്തിൽ ഓസ്ട്രേലിയൻ നായകനായി ആദ്യം രംഗത്തെത്തിയത്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും 2 കോടി അടിസ്ഥാന വിലയുള്ള പാറ്റ് കമ്മിൻസിനായി രംഗത്തെത്തിയതോടെ ലേലത്തുക കുതിച്ചുയരുന്നു. ഒടുവിൽ ലേലം 7 കോടി കടന്നതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദും കമ്മിൻസിനായി രംഗത്തെത്തുന്നു. ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് പതുക്കെ പിന്മാറുന്നു. 10-15 കോടി കടന്ന് ലേലത്തുക കുതിച്ചിട്ടും ഹൈദരാബാദും RCBയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ റെക്കോർഡ് തുകയായ 18.50 കോടിയും കടന്നതോടെ മറ്റു ടീമുകളുടെ മുഖത്തും അമ്പരപ്പായിരുന്നു. എന്നാൽ കൂസലില്ലാതെ ലേലം വിളിച്ച കാവ്യമാരനും RCBയും കമ്മിൻസിന്റെ മൂല്യം ഉയർത്തുന്നു. 20 കോടി കടന്നതോടെ ലേല ഹാളിൽ കൈയടികൾ ഉയരുന്നു. ലേലം അവസാനിച്ചിട്ടില്ലെന്ന് അവതാരക ഓർമ്മിപ്പിക്കുന്നു. മറ്റു ടീം ഉടമകൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് അന്തം വിട്ടു നിൽക്കെ RCB കമ്മിൻസിനായി 20.25 കോടി രൂപ വിളിക്കുന്നു. എന്നാൽ ഒട്ടും സമയം പാഴാക്കാതെ ഹൈദരാബാദിനായി കാവ്യമാരൻ 20.50 കോടി രൂപ വിളിച്ചതോടെ RCB പിന്മാറുന്നു. 2023 താരലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കമ്മിൻസിനെ 15.50 കോടി രൂപ മുടക്കി ടീമിലെത്തിച്ചിരുന്നു. അതിനവർക്ക് വലിയ ഗുണമുണ്ടായോ ഇല്ലയോ എന്ന് ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ കമ്മിൻസിനും അതുപോലെ സ്റ്റാർക്കിനും വലിയ പ്രതിഫലം തന്നെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും വലിയ പ്രതിഫലം 20 കോടി കടന്ന പ്രതിഫലം ലഭിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. KKR സ്റ്റാർക്കിനായി ഇത്രയും തുക മുടക്കിയതിനെ മണ്ടത്തരമായി തന്നെ കാണാം. 3-4 താരങ്ങളെ വാങ്ങാനുള്ള പൈസയാണ് ഒരു ബോളർക്കായി അവർ നൽകിയിരിക്കുന്നത്. അതുപോലെ പാറ്റ് കമ്മിൻസിനായി ഇത്രയും കോടി മുടക്കിയത് ഹൈദരാബാദിന് നഷ്ടക്കച്ചവടം ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം T20യിൽ മികച്ച റെക്കോർഡുള്ള ഒരു ബോളർ ഒന്നുമല്ല പാറ്റ് കമ്മിൻസ്. IPLലെ അദ്ദേഹത്തിന്റെ ഇക്കണോമി തന്നെ 8-ന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് കമ്മിൻസിനെ വാങ്ങിയതിനെ ഒരു മികച്ച നീക്കമായി ഒരിക്കലും കാണാനാവില്ല. എങ്കിലും ഇരുവരും ലോട്ടറി എടുത്തവരാണ്, ബമ്പർ ലോട്ടറി പങ്കിട്ട് എടുത്തവരാണ്. ഇരുവർക്കും ലോട്ടറി അടിക്കുകയും ചെയ്തിരിക്കുകയാണ്.